നമ്മുടെ ഭാഷയെ പറഞ്ഞ കർമ്മഫലം. അടിച്ചമർത്തി ജീവിക്കാൻ ശ്രമിച്ച എല്ലാ മേലാളന്മാരുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഇവിടെയല്ല, ലോകത്ത് എവിടെയായാലും. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കുമെന്നെല്ലാം പറഞ്ഞു കേട്ടിരുന്നു. കാലം കുറേയായി, എവിടെ, ഇതുവരെ നടന്നിട്ടില്ല. അല്ലെങ്കിലും ശാപങ്ങൾ നിറഞ്ഞ ബോധകാലം ആർക്ക് വേണം? ଆଜି ଆମେ ଭକ୍ତିର ଅଧ୍ୟାୟ ପଢ଼ିବା। କାଳଜାଈ ମୀରାବାଈଙ୍କ ରଚିତ କାବ୍ୟକୁ ଅନୁଧ୍ୟାନ କରିବା। മീരയ്ക്ക് ഭക്തി പ്രണയമായിരുന്നു. കൃഷ്ണനോടുള്ള രാധയുടെ ദൈവീകമായ ഭക്തി പ്രണയ സംഗീതമായി ആ കാവ്യജീവിതത്തിലും പെയ്തിറങ്ങി. കൃഷ്ണൻ അവൾക്ക് രക്ഷകനും രക്ഷിതാവും സർവസ്വവുമായിരുന്നു. കൃഷ്ണ ഹി പ്രതിപാലക സബുകുചി സബുകുചി സബുകുചി. മീരാഭായിയുടെ ശിഷ്യനല്ലായിരുന്നെങ്കിൽ കൂടി അവരുടെ വാക്കുകളും പാഠങ്ങളും എല്ലാം ഉൾക്കൊള്ളാൻ ഞാൻ ശീലിച്ചു കഴിഞ്ഞിരുന്നു. അന്നവർ പറഞ്ഞതും പഠിപ്പിച്ചതും പ്രണയത്തെ പറ്റിയായിരുന്നു. കൃഷ്ണന്റെ അനിർവചനീയമായ പ്രണയത്തെക്കുറിച്ചുള്ള മീരയുടെ പാട്ടുകളായിരുന്നു. ആ കാവ്യജീവിതത്തിൽ പെയ്തിറങ്ങിയ സംഗീതമായിരുന്നു പ്രണയം. പ്രണയത്തിൻ നേർത്ത നൂലിനാൽ എന്നെ ഹരിയല്ലോ കെട്ടി വരിയുന്നു, വരിയുന്ന നൂലിൽപ്പെട്ട ഞാൻ ദേവൻ അടിമയായല്ലോ മരുവന്നു. പ്രണയത്തെക്കുറിച്ച് തുടങ്ങിയ മീരാഭായി നിർത്തിയത് വിരഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. നന്മയ്ക്ക് തിന്മയെന്ന പോലെ സ്നേഹത്തിന് വിരഹമാണ് ശത്രു. രാധേ, എഴുന്നേക്ക്, ക്ലാസ് കഴിഞ്ഞു, പോണ്ടേ? आखी आखिरे मिसिले बिबतो कोनो पड़े दिन को से बिबतो पोडेला पोडेला भोली. ഞാൻ വെറുതെ കട്ടുറുമ്പാവുന്നില്ല. കൃഷ്ണനും രാധയും ഒറ്റയ്ക്ക് പ്രണയിച്ചിങ്ങ് പോര്. ഈ കുട്ടി എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? അഖി അഖീരെ മിസ്സിലെ ബിബത്തോ പോടി ദിനുകോ സെ ബിബത്തോ. आसे आसे एमिति सब दिनो मु सहित रहिबो। कहो रहिबो की? ഞാൻ നിന്റെ കാവൽപ്പെട്ടിയാണെങ്കിൽ അവസാന ശ്വാസം വരെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവട്ടെ. ഗോതമ്പ് നിറമുള്ള ഓറിയാക്കാരത്തി.
സുനൈ ആസെ കർമ്മം തെറ്റിച്ച ഇവിടുത്തെ പ്രധാനന്മാർക്ക് മാത്രമല്ല ഗോണ്ടുകൾക്ക് വരെ ഭ്രാന്ത. ഇനിയല്ല അവളുടെ വിധി. പ്രധാനന്മാരാണ് ഗ്രാമത്തിന്റെ ഉടയോർമാർ. അവർ തീരുമാനിക്കും പോലെ. திருட்டு பயலே, இவ்வளவு நேரம் எங்கடா போயிருந்த? டூட்டி பார்க்க வந்தியா, வேற எதுவும் பார்க்க வந்தியா? ଛାଡ଼ ସବୁ କିଛି ଠାକୁରଙ୍କ ଲୀଳା। କର୍ମ ଫଳ ନିଜେ ଭୋଗିବ। ଅଲଗା ରାଇଜରୁ അന്യദേശക്കാരനായ അന്യമതക്കാരനായ നിനക്ക് ഗഞ്ചാമിന്റെ ആചാരങ്ങളെ കുറിച്ച് അറിയില്ല. തലമുറകളായി നടന്നുവരുന്ന ആചാരങ്ങൾ തെറ്റിക്കുന്നതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയില്ല. പക്ഷെ അറിയേണ്ടതും അനുഭവിക്കേണ്ടതും ഇവളാണ്. അഗ്നി പൗർണമിക്ക് ദാനിയാകേണ്ടവൾ, ലോകനാഥന് വേണ്ടി ഒഴിഞ്ഞുവെച്ച പെണ്ണ്. മറ്റൊരാണിന്റെ തെറ്റായ നോട്ടം പോലും മതി ഈ ഗ്രാമം കത്തി ഉരുകിപ്പോകാൻ. കഴിഞ്ഞത് കഴിഞ്ഞു. പ്രായശ്ചിത്തത്തിനു വേണ്ടിയുള്ള യാഗം തുടങ്ങണം ഇന്ന് തന്നെ. അത് തീരും വരെ ഇവൾ പുറം ലോകം കാണരുത്. സൂര്യസ്പർശമേൽക്കാതെ മനസ്സും ശരീരവും ലോകനാഥന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഇവൾ കഴിയട്ടെ ഇനിയുള്ള 4 നാൾ. ନେଇଯା। ଜଗନ୍ନାଥ ମହାପ୍ରଭୁ କ୍ଷମା କରନ୍ତୁ। അതായിരുന്നു വിധി. ലോകനാഥനായ ജഗന്നാഥന്റെ പേരിൽ ഈ നാട് വാഴുന്ന ദേവദേവ പ്രധാൻ എന്ന ഗ്രാമത്തിന്റെ ഉടയോൻ നടപ്പിലാക്കിയ വിധി. എന്നിൽ നിന്ന് അകലേക്ക് പോയി മറയുന്ന കുതിരവണ്ടിയും അതിനകത്ത് അവരുടെ തടവിലാക്കപ്പെട്ട രോദനവും അതൊരു ഇടിമുഴക്കമായി എന്റെ മനസ്സിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. ആ ദിവസം
ദിവസം മുഴുവൻ. തെറ്റാണ് ചെയ്തത്, വലിയ തെറ്റ്. ആചാരങ്ങൾക്ക് സ്വന്തം രക്തത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് പൊറുക്കാനാവാത്ത തെറ്റ്. ഇന്നേക്ക് 5-ാം നാൾ അഗ്നി പൗർണമി. അന്ന് അവളെ ഇരുട്ടറിഞ്ഞെന്ന് പുറത്തിറങ്ങും. ആചാരങ്ങൾ നടക്കും. പിറ്റേന്ന് പുലർച്ചയ്ക്ക് അവൾ ലോകനാഥന്റെ ദാസിയാകും. എന്നുവെച്ചാ ലോകനാഥന്റെ പ്രതിപുരുഷനെന്ന് സ്വയം അവകാശപ്പെടുന്ന കാമദേവ പ്രധാന്റെ മുന്നില് പുതിയ ഇര. അതിനു മുമ്പ് അവളുടെ വിധി മാറ്റി എഴുതാൻ നിങ്ങൾക്ക് കഴിയോ? അവളെ കൊണ്ട് ഏതെങ്കിലും നാട്ടിൽ പോയി എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള ധൈര്യമുണ്ടോ? എങ്കിൽ ലോകനാഥന് പ്രതിപുരുഷനാകേണ്ടത് പ്രധാൻ കുലത്തിന്റെ കാമാർത്ഥനായ ഈ നാട്ടുരാജാവല്ല, നിങ്ങളാണ്. അന്യദേശക്കാരനും അന്യമതക്കാരനുമായ നിങ്ങൾ.